സാംസങ് ഗാലക്സി A50 എന്ന് പറഞ്ഞ മൊബൈലിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. $18,490 മൊബൈലിൻ്റെ വില. 4GB ആണ് റാം വരുന്നത്. 64GB ആണ് ഈ ഫോണിൻ്റെ ഇൻബിൽറ്റ് മെമ്മറി വരുന്നത്. 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD സൂപ്പർ ആമോലേഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്ന സാംസങ്ങിൻ്റെ ഏറ്റവും വില കുറഞ്ഞ മോഡലാണിത്. മൊബൈൽ കൂടാതെ നമുക്ക് ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. വാറണ്ടി കാർഡും കുറച്ച് പേപ്പർ വർക്ക്സും ഉണ്ട്. ചാർജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 വാട്ട്സ് വരുന്ന ഫാസ്റ്റ് ചാർജറാണ്. ഏകദേശം 50 മിനിറ്റ് കൊണ്ട് നമുക്ക് മൊബൈലിൻ്റെ 50% ചാർജ് ചെയ്യാൻ പറ്റും. വലിയ ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ കൂടെ തന്നെ സാംസങ് ഇതിൻ്റെ കൂടെ ഒരു ഇയർഫോൺ തരുന്നുണ്ട്. ചാർജിങ്ങിനും ഡാറ്റ സിങ്കിങ്ങിനുമായിട്ട് USB Type-C കേബിളാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് കവർ നമുക്ക് കൂടെ ലഭിക്കുന്നുണ്ട്. മൊബൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.4 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. 4000 mAh ആണ് ബാറ്ററി വരുന്നത്. മൊബൈലിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. മൊബൈലിൻ്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് ഗ്ലാസ് അല്ല, പോളികാർബണേറ്റ് ആണ്. ചാർജിങ്ങിനായിട്ട് ഫോണിൽ USB Type-C പോർട്ടാണ് വരുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് വോളിയം കൺട്രോൾ ബട്ടണും പവർ ബട്ടണും വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടാണ് സിം ട്രേ വരുന്നത്. സിം ട്രേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 നാനോ സിമ്മും കൂടെ ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെമ്മറിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് അഡീഷണൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗ്ലോസി ലുക്കാണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. എക്സിനോസിൻ്റെ 9610 എന്ന് പറഞ്ഞ ഒക്ടാകോർ ചിപ്സെറ്റാണ് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD സൂപ്പർ ആമോലേഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സാംസങ്ങിൻ്റെ സൂപ്പർ ആമോലേഡ് സ്ക്രീനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സൂപ്പർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും നല്ല ഡിസ്പ്ലേ ആണെന്ന് പറയാം. നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോണിൻ്റെ സൈസ് 6.4 ഇഞ്ച് ആണെങ്കിൽ കൂടെ തന്നെ നമ്മുടെ എല്ലാവരും കയ്യിൽ ഒതുങ്ങുന്ന രീതിക്കാണ് ഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിലാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. സാധാരണ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ഭയങ്കര സ്ലോ ആയിട്ടാണ് അൺലോക്ക് ആകുന്നതെന്ന് പറയാം. മേ ബി അടുത്തൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റോടുകൂടി ചിലപ്പോൾ നമുക്കിത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കിട്ടും. നേരെ മറിച്ച് ഫേസ് അൺലോക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഫോണുകളിൽ വെച്ചിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ഫേസ് അൺലോക്ക് ആകുന്നത് ഈ ഫോണിലാണെന്ന് പറയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യും. സാംസങ്ങിൻ്റെ തന്നെ ഏറ്റവും പുതിയ സ്കിന്നായ One UI മൊബൈൽ പ്രവർത്തിക്കുന്നത്. ആൻഡ്രോയിഡ് വെർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് P ആണ് വരുന്നത്. മൊബൈലിൽ ആവശ്യമില്ലാത്ത കുറേ സോഫ്റ്റ്വെയറുകൾ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 25 MP വരുന്ന മെയിൻ ക്യാമറയും 8 MP വരുന്ന വൈഡ് ആംഗിൾ ലെൻസും 5 MP വരുന്ന ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. വളരെ മികച്ച ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ 25 MP ആയതുകൊണ്ട് തന്നെ നമുക്ക് സൂം ചെയ്താൽ പോലും യാതൊരു വിധത്തിലുള്ള ക്ലാരിറ്റി നഷ്ടപ്പെടുന്നില്ല. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 25 MP തന്നെയാണ് സെൽഫി ക്യാമറയും വരുന്നത്. സെൽഫിയിൽ നമുക്ക് വളരെ മികച്ച ഫോട്ടോസാണ് ലഭിക്കുന്നത്. നമുക്ക് സെൽഫിയിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ബ്യൂട്ടി മോഡൊക്കെ എനേബിൾഡ് ആണ്. പക്ഷേ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും സെറ്റിങ്സിൽ. ബാക്ക് ക്യാമറയുടെ ഏറ്റവും മികച്ച സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഡ് ആംഗിൾ ലെൻസ് തന്നെയാണ്. നമുക്കൊരു വലിയൊരു വസ്തുവിൻ്റെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ സാധിക്കുന്നുണ്ട് വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട്. വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട് നമുക്ക് 1080p വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫോണിൻ്റെ ഏറ്റവും മികച്ച ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് പറയാവുന്ന ഡിസ്പ്ലേ ആണ്. 6.4 ഇഞ്ച് വരുന്ന സൂപ്പർ ആമോലേഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും നല്ല ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറയാം. യാതൊരു മാറ്റവും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ക്യാമറ വളരെ മികച്ച ട്രിപ്പിൾ ക്യാമറ ആണ് വരുന്നത്. അതേപോലെ തന്നെ സെൽഫി ക്യാമറ നമുക്ക് വളരെ മികച്ച ഫോട്ടോസാണ് ലഭിക്കുന്നത്. നമുക്ക് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം ബാറ്ററി ബാക്കപ്പ് ആണ്. 4000 mAh ആണ് ബാറ്ററി വരുന്നത്. എന്ത് വന്നാലും നമുക്ക് 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം സുഖമായിട്ട് ബാറ്ററി കിട്ടും.
അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും മികച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള One UI ആണ്. ഫോണിന് ഒരു തരത്തിലുള്ള ലാഗോ യാതൊരുവിധ ഹീറ്റിംഗ് പ്രോബ്ലമോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു 18,000 പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഡിസ്പ്ലേ ഉള്ള, അത്യാവശ്യം നല്ല ക്യാമറ ഉള്ള, എന്നാൽ നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണാണ് സാംസങ്ങിൻ്റെ ഈ A50 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.